പോൾ വ്യക്തമാക്കുന്നത്. അടുത്തതും മറ്റൊരു ബി.ജെ.പി. ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്കാണ്, ഹിന്ദി ബെൽറ്റിലേക്ക് തന്നെയാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ 5 സീറ്റുകളിൽ കഴിഞ്ഞ തവണ 5 സീറ്റുകളും നേടിയാണ് NDA സഖ്യം അവിടെ ആധിപത്യം സ്ഥാപിച്ചത്. മൃഗീയ ഭൂരിപക്ഷമാണ് മിക്ക മണ്ഡലങ്ങളിലും BJP കഴിഞ്ഞ തവണ നേടിയത്. 5 സീറ്റുകളും ഉത്തരാഖണ്ഡിൽ BJP നേടിയിരുന്നു. ഇത്തവണത്തെ സർവേ ഫലം ഉത്തരാഖണ്ഡിലേക്ക് വന്നാൽ 5 സീറ്റുകളും ഇത്തവണയും 2019 ആവർത്തിക്കുന്നു. 5 സീറ്റുകളും BJP NDA സഖ്യം നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 സീറ്റുകളും ഉത്തരാഖണ്ഡിൽ BJP നേടുന്നു. അവിടെ ഉത്തരാഖണ്ഡിലെ വോട്ട് ഷെയർ അനുസരിച്ച് 62% വോട്ടുകളും NDA സഖ്യത്തിനാണ് ഉത്തരാഖണ്ഡിൽ ലഭ്യമാകുന്നത്. 30% മാത്രം ഒതുങ്ങുകയാണ് ഇന്ത്യ സഖ്യം എന്ന കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. അതേഴ്സ് 8% വോട്ട് ഷെയർ വാങ്ങുന്നുണ്ട്. 62% വോട്ട് ഷെയർ വാങ്ങി 5 സീറ്റുകൾ നേടിയാണ് ഉത്തരാഖണ്ഡിൽ BJP NDA സഖ്യം മുന്നേറുന്നത്. അതായത് 2019 എങ്ങനെയാണോ, ഏത് രീതിയിലാണോ NDA സഖ്യം, അതായത് BJP ഒറ്റയ്ക്കാണല്ലോ, BJP ഒറ്റയ്ക്ക് ഉത്തരാഖണ്ഡിൽ നേട്ടമുണ്ടാക്കുന്നത്, അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് 2024 സംഭവിക്കുന്നത്. ഒരു മാറ്റവും ഉത്തരാഖണ്ഡിൽ ഉണ്ടാകുന്നില്ല എന്നാണ്. കിരൺ, ഇത് ഉത്തരാഖണ്ഡിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണല്ലോ ഇത്, അല്ലെ? ഇപ്പോൾ അയോധ്യയൊക്കെ ഉത്തരാഖണ്ഡിൽ പ്രകടമായി തന്നെ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ അയോധ്യ ഒരുപക്ഷെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക ഉത്തർപ്രദേശിനേക്കാളും ഉത്തരാഖണ്ഡിലാവും. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഈ ഹിന്ദു ആരാധനാലയങ്ങളെല്ലാം തന്നെ ഇത്തരം കേന്ദ്രങ്ങളെല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഉത്തരാഖണ്ഡ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു തീർത്ഥാടനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ BJPക്ക് ഈ ആധിപത്യമുണ്ട്. പണ്ട് UPയുടെ ഭാഗമായിരുന്നു. അങ്ങനെ 85 സീറ്റ് ഉണ്ടായിരുന്ന UPയുടെ ഭാഗത്തു നിന്നാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം വേർപെടുന്നത്. പക്ഷേ ആദ്യകാലത്തൊക്കെ കോൺഗ്രസിനുണ്ടായിരുന്ന സ്വാധീനം കഴിഞ്ഞ കുറേ കാലമായി തന്നെ കോൺഗ്രസിന് ആ സ്വാധീനം നേടാൻ നിയമസഭയിലോ ലോക്സഭയിലും രണ്ടിടത്തും അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാനൊന്നും കഴിയുന്നില്ല. നേരത്തെ രാജസ്ഥാൻ പറഞ്ഞ പോലെയല്ല, രാജസ്ഥാനിൽ മാറി മാറി ഒരു ഭരണത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. പക്ഷേ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഉത്തരാഖണ്ഡിൽ അങ്ങനെ ഒരു കനത്ത വെല്ലുവിളിയൊന്നും BJPക്ക് ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതുകൂടിയുണ്ട്. കഴിഞ്ഞ തവണയും അവിടെ 5 സീറ്റും നേടിയത് തന്നെയാണ് BJP വിജയിച്ചത്. ഇത്തവണയും അങ്ങനെ ഒരു ഫലപ്രവചനം തന്നെയാണ് വരുന്നത്. വോട്ടിംഗ് ശതമാനത്തിലടക്കം എനിക്ക് തോന്നുന്നു വോട്ടിംഗ് ശതമാനത്തിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. 62% വോട്ടുകൾ BJPക്കുണ്ട്. വോട്ടിംഗ് ഷെയർ 62% NDA സഖ്യത്തിലുണ്ട്. അത് ആ കാര്യത്തിൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾ പറഞ്ഞതുപോലെ അതിനകത്ത് ഏതെങ്കിലും നമുക്ക് ഒരു കോമൺ ലോജിക്കിനെ മറികടക്കുന്ന ഒരു വസ്തുത അതിനകത്തില്ല. കഴിഞ്ഞ തവണയും നിയമസഭയിലായാലും ലോക്സഭയിലായാലും എല്ലാം തന്നെ വ്യക്തമായ ആധിപത്യം BJPക്കുള്ള സംസ്ഥാനം തന്നെയാണ് ഉത്തരാഖണ്ഡ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ആ തരത്തിൽ BJPയുടെ പൂർണ്ണമായും ഒരു ആധിപത്യമുണ്ട്. കോൺഗ്രസ് അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള വെല്ലുവിളി നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ ഒന്നും ഉത്തരാഖണ്ഡിൽ ഉയർത്തുന്നില്ല എന്നതുകൂടിയുണ്ട്. അവിടെ ഇതുവരെയുള്ള ഒപ്പീനിയൻ പോളിന്റെ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ